നീ കൂളായിട്ട് വെക്ക് കേട്ടാ. സംഗീതത്തിന്റെ ചിരി നോക്കി ഇപ്പൊ എല്ലാരും നടക്കുന്നില്ല. 5 നേട്ടം നടക്കുന്നില്ല അല്ലേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിലല്ല കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട, ഇവിടെ വന്ന് വീട്ടിൽ പ്രസവിച്ച് എല്ലാവരും ചോദിച്ച് എല്ലാവരും കുറേ ആയിട്ട് അന്വേഷിച്ചുകൊണ്ട് അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു വല്ലാത്തൊരു രാത്രി ഒരു ഓട്ടോ അങ്ങനത്തെ നമ്മള് ഈ സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിന് മുന്നേ 1-2 കാര്യം വെച്ചാല് പ്രസവിച്ച് എല്ലാം ഓക്കെയാണ്, കുട്ടി എന്നായതാണെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ രാത്രി തന്നെ പെട്ടെന്ന് ഒരു വേദന വന്നപ്പോ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞാൽ രാവിലെ അവ പോവുക, വലിയ പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓർമ്മയും കാണുന്നില്ല. പിന്നെ എനിക്കെല്ലാം കൂടി സമാധാനം അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഏതായാലും പോവാന്ന് പറഞ്ഞു. പിന്നെ ഇത് അടുത്തന്നെയുള്ള ഹോസ്പിറ്റലായതുകൊണ്ടാണ് ആ ഡേറ്റിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നത്. നേരത്തെ അഡ്മിറ്റ് ആക്കാത്തതിന്റെ കാരണം തന്നെയായിരുന്നു. പറഞ്ഞ ഡേറ്റിന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രിക്ക് ഏകദേശം 3:30 ആ ഒരു ടൈമിന് ഞാൻ പറഞ്ഞ ഏതായാലും പോകാൻ തോന്നുന്നു. അങ്ങനെയുള്ള ബാലി കൂട്ടി വേഗം ഇന്നലെ എടുത്ത് സെറ്റാക്കണമെന്ന് അതുപോലെ ചെയ്തില്ല. ഈ ക്യാമറ എടുത്ത് വെച്ച് ഇപ്പൊ ചെയ്യണമെന്ന് ചോദിച്ചു. അച്ഛനെ ചോദിച്ചു. കുറച്ച് ചെയ്യാന്ന് പറയാം. പിന്നെ പെട്ടെന്നാണ് ഇതൊക്കെ പിന്നെ എന്തൊരു വേദന പോലെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. 5:30 സമയം കേട്ടാ. കുട്ടീൻ്റെ ടൈം 5:30 ആരും കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊരു എന്താ ഒരു ഞാർക്ക് ആ ഒരു മൂമെന്റ് ഭയങ്കര ഹാപ്പി. പക്ഷെ ഒരു വീഡിയോ എടുത്തരാൻ പോലും ആരും ഇവിടെ കൂട്ടിയില്ല. അന്നി ഉറക്കേനോ ഞാൻ വിചാരിച്ചതായാലും ഞാനും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന്. ഞാൻ രാവിലെ അല്ല പകലിലേ ഉണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇനി ഇവിടെ കൂട്ടാണ്ട് ഞാൻ അമ്മയച്ഛനും മാത്രം കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാനും എൻ്റെ വീട്ടിലായിരുന്നു. ആ ഒരു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരിലെത്തിയപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവരെത്തി. അപ്പം ഞാൻ ഫസ്റ്റ് കുട്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരാരും ഉണ്ടായില്ല. അത് എൻ്റെ ശരിയായ ഹാപ്പി ഞാൻ അവിടെ കഴിച്ചു. അത് പിന്നെ എൻ്റെതായി ഞാൻ കഴിച്ചു. ഏതായാലും ഇതുവരെയുള്ള സംഭവങ്ങളില്ല. ഇത്ര വരെ ഇപ്പൊ കഴിഞ്ഞ നമ്മളിപ്പോ ഇത് വാടിയിട്ടാണ് കേട്ടോ. കുട്ടി സൈഡിലുണ്ട്. ഓടി വന്നില്ല, കുറച്ച് സമയം എടുക്കുക. ഞാൻ കണ്ടിട്ട് പോയിട്ട് സംസാരിച്ചിട്ട് വന്നു കഴിഞ്ഞാലിപ്പോ. അപ്പൊ അതുവരെയുള്ള കണ്ട് സംസാരിച്ച് വരുന്നവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഏതായാലും അതൊന്നും പോയി കണ്ടിട്ട് പോവാ. ടെൻഷൻ അടിക്കണ്ട, നീ കൂളായിട്ട് വെക്ക് കേട്ടാ. വെക്കണ്ട വെക്കണ്ട അവിടെ വെക്കണ്ട, ചളിയാ നാട്ടില്. എനിക്ക് വാവനെ കാണണ്ടേ? കണ്ടേ ഇങ്ങോട്ടത് വാവനെ കാണണ്ടേ? നീ ചിരിക്കറില്ല. എനിക്ക് വാവനെ കാണ. അച്ഛൻ കണ്ടില്ലേ? എന്നെ കേട്ട മുന്നേ അച്ഛൻ കണ്ട്. നമ്മളുണ്ട്. ഓ നീ കാറിൽ വന്നി ഇപ്പം പ്രശ്നം. നമുക്ക് വാവേനെ ഏത് കാറിലെ കൂട്ടി പോവാ? ഏത് കാറില വാവേനെ കൂട്ടി പോട്ടെ? പറ. ഉറക്കത്ത് വിളിച്ചെണീച്ചിട്ട് പല്ലും കേൾപ്പിച്ചിട്ട് കൊണ്ടുവന്നേ പാവം. ആമി ആമിയേ ആമിയെ നോക്ക്. ചിരിക്കുന്നത് നീ വാവ നോക്കിട്ട്. കണ്ടു മതിയാ ആമിയെ? കണ്ടോ മതിയോ? അച്ഛൻ എങ്ങനെയാ എടുത്തിന് അമ്മീന? അമ്മ തട്ടു. സംഗീതത്തിന്റെ ചിരി നോക്കി ഇപ്പൊ എല്ലാരും. അമ്മയുടെ അയ്യോ സായിച്ചില്ലാണ്ടേ ഇപ്പൊ ഈ സമയത്ത്. സായിജ്
അവൻ ഇങ്ങനെ ഞാൻ ഞെട്ടി ധരിച്ചെടുക്കാം മാവിനെ കണ്ടിട്ട്. ഏമയും എടുത്തില്ലേ? എനിക്ക് എടുക്കണ അവയ്ക്ക് പിടിക്കണ ആവി ഇനി ഏട്ടനല്ലേ? ഇനി ഏട്ടനല്ലേ ആവി? ഇനി ഏട്ടൻ ഇനി പേടിപ്പിക്കലും ചെയ്യില്ല നീ അവനെ? ഇനി പേടിപ്പിക്കലും ചെയ്യില്ല നീ? അവിക്ക് എടുക്കണ എടുക്കണ ഒരിക്കൽ എടുത്തോ. നിന്റെ ചെറുപ്പത്തിലെ ഫോണൊക്കെ കുറെ കാണിച്ചു തന്നെയാ ഇത് ഞാനാണോ ചോദിക്കില്ലേ? അതുപോലെ ബാബു കാണിച്ചു കൊടുക്കണ്ടേ? അമ്മ ഇന്ന് എത്തി നോക്കുന്ന അമ്മി നീ എത്തി നോക്കുന്നു. നീ നോക്കിക്കോറോ അമ്മേനാ? കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് പാല് കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പം കൊടുത്തില്ല, ഇപ്പോൾ ഒക്കെ കൊടുക്കാനായില്ല. കഴിയാൻ അറിഞ്ഞില്ലേ? അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, അനുജലും വന്നിട്ടുണ്ട്. ഞാനും ഫുള്ള് ചിരിയോ ഇല്ല. അത് നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ ആയിട്ട് ചോദിച്ചോണ്ട് ഞാൻ കാണാൻ. അപ്പോൾ എല്ലാം കണ്ടില്ലേ? ഇതുവരെയാണിപ്പോ നോർമൽ ആ കൂട്ടത്തിൽ ഒന്നാമത് സമയം അങ്ങനത്തെ ഒരു സമയമല്ലേ, രാവിലെ തന്നെ ആരും ഉണ്ടായില്ല. പിന്നെ സാഹിജ് കറക്റ്റ് സമയത്ത് ഓനോടി ഇല്ല. ഓനാകെ കാരണം ഡേറ്റ് പറഞ്ഞൊക്കെ മുന്നേ ഇരിക്കുമല്ലോ. ഓനോട് ജോലിയെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് വീടിയാണ് വയനാട്ടിലല്ല. അപ്പൊ അതെല്ലാം കൂടി ആയപ്പോൾ ഓനും ഭയങ്കര വിഷമമായി. അപ്പോൾ സാറ് ഇപ്പം എത്തും ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സമയം അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു ദിവസം ഇവിടുത്തെ കാര്യങ്ങൾ ഏകദേശം തന്നെ ഞാൻ കാണിച്ചിരുന്നില്ല. ഒന്നാമത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി വീഡിയോ ഇന്നത്തെ ദിവസം ഓട് വരുന്നതുകൊണ്ട് അതെല്ലാം കാണിച്ചു തരാം. ഏട്ടത്തി എന്തെങ്കിലും കഴിച്ചോന്നോ? ഏട്ടത്തി വന്നേരങ്ങ് നല്ല എനക്ക് വിശക്കുന്നു നേരെ ഓടി വെച്ചിയും കണ്ട് നല്ല മണമാണ്. എനക്ക് തിന്നാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടാ. അപ്പോൾ ഇതാന്ന് കേട്ടോ നമ്മളെ രേശുവിനെ നമ്മൾ കാണിക്കുന്ന ഇരിട്ടിയിലെ അമല ഹോസ്പിറ്റലിൽ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതും. പിന്നെ നമുക്ക് മെയിനായിട്ട് ദൂരത്തിൻ്റെ കാരണമല്ലോ, നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നല്ല അടിപൊളി ഹോസ്പിറ്റലുമാണ്. ചായ എല്ലാം കുടിച്ച് നേരെ നമ്മളിത് ആദ്യം പോക്കാന്ന് നല്ല ചായ കുടിച്ചവളെ മുഖത്താ തെളിച്ചം കണ്ട. ഇപ്പോൾ ചായ കുടിച്ചപ്പോഴാണ് അവളെ മനസ്സൊന്ന് തണിഞ്ഞത്. ഇത്ര നേരം കടിച്ച് കീറാൻ പാത്രമുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞിനെ വരെ നേരം വേണം നോക്കിയില്ലോള്. നീ ഏട്ടനെ എൻ്റെ സൊള്ളാമി കാണിക്കുന്നത്? വേണാമി നീ ഏട്ടനെ എൻ്റെ സൊള്ളാ കാണിക്കുന്നത്? ചായ എല്ലാം കുടിച്ച് വന്നേട്ടാ. ഞാൻ ഇങ്ങനെ ഈ സമയത്താണോ ചായ മേടിക്കാൻ പോകുന്നത്? രാത്രിയില്ലേ 3:30 ആ ഒരു സമയത്ത് വന്നേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3:30 എണീച്ച് രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടാ. അവള് ഇടക്കിടക്ക് ഞാൻ ചെറുങ്ങനെ ഉറങ്ങി വരും. എന്നോട് വിളിച്ചിട്ട് പറയുന്നത് പിന്നെ നോക്കിക്കോ. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പുറം നോക്കി, ഇപ്പുറം വാ. ചെറിയൊരു ഈല് എന്നോട് അതായത് എന്തെങ്കിലും പറഞ്ഞു തന്നെ നീ കളഞ്ഞല്ലേ എല്ലാം പൊട്ടാ എന്നാ ഒന്നും കൂടി പറയാം അല്ലേ? അപ്പോൾ രാത്രിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ വേദനയുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ ആശുപത്രി പോകുന്നുണ്ട്. ഇല്ല അപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ പോയി. ഇനി പോണ്ടാകും. ഞാൻ പറഞ്ഞു അല്ലണേ ഉറങ്ങിക്കോ. ഇത് സത്യം, ഞാൻ ഇതേ കാര്യം ഞാൻ പറയാം. ഉറങ്ങിക്കോ. അപ്പോൾ ലാസ്റ്റ് രണ്ടാമത് എന്നോട് ചോദിച്ചു ആദ്യം തോട്ടിട്ട് എനിക്ക് എന്തെല്ലോ ഒരു പോലെയാണ്. ഞാൻ പറഞ്ഞ എല്ലാ ദേശവും നമുക്ക് പോവാ ആശുപത്രിയിൽ. നീ എണീക്ക് നിങ്ങൾ തിരക്കായി കൊടുക്കല്ലപ്പാ. ആദ്യം പോയി. ഞാൻ പറഞ്ഞ എല്ലാണേ നീ എന്തെങ്കിലും തീരുമാനം ഉറപ്പിക്കില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ തോന്നി ഇവളെ വാക്കും കേട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആടെ തന്നെ പ്രസവിച്ചു കളി. ഞാനപ്പോൾ ഒന്നും നോക്കിയില്ല. നേരെ നീ വണ്ടിക്ക് കയറി മാറ്റി വണ്ടി കൂട്ടി 3:30 ആ സമയത്ത് നേരെ വന്നിട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർക്കും ഏകദേശം തോന്നി ഇവിടെ ആ ഒരു വേദന ഇതെല്ലാം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലേ വേണ്ട ഇപ്പം തന്നെ ചെയ്യാതെ കണ്ട് അപ്പം തന്നെ ചെയ്തു. ഈ 5:30 സമയത്താകാന്ന് ഞാൻ പറഞ്ഞു. 5:30 സമയത്ത് പ്രസവം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ഉറക്കവും പിന്നെ
രാവിലെ വന്നിട്ട് ഇപ്പോൾ സമയം 9 മണിയായപ്പോഴാട്ടോ കഴിക്കാൻ പോയാൽ തീരെ പറ്റുന്നില്ല. അപ്പോൾ അവളെന്തായാലും വാർഡിലേക്ക് മാറ്റാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതായാലും പിന്നെ അവൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾക്ക് 12 മണി ഞാനാവും ഏകദേശം വാർഡിലേക്ക് മാറ്റാമെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം 6 മണിക്കൂറോളം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വിചാരിച്ചതായാലും കഴിച്ചിട്ട് വരാം. പിന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവക്കൊന്നും ഭക്ഷണം ഇല്ലാണ്ടാവില്ല. ഒരു ഞാൻ പറഞ്ഞേ ഈ പറഞ്ഞേ ഏതാണെന്നാലും ഞാൻ പറഞ്ഞാണ് ഇടയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ മെയിനായിട്ട് വെച്ചാൽ ഓളോട് കണ്ട് സംസാരിക്കുകയും ചെയ്യില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഓൾ ഓക്കെയാണ് കേട്ടോ, ഹെൽത്തിൽ ഓക്കെയാണ്, കുട്ടിയും ഓക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ എല്ലാം ഓക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ ഓക്കെ ആവുമല്ലോ. അങ്ങനെ ഓക്കെ ആയി. ഇനിയിപ്പം സായിജിൻ്റെ റിയാക്ഷൻ നമുക്ക് കിട്ടാനുണ്ട്. സായിജ് കഴിയുമ്പോഴത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ കുറേ ആൾക്കാർ കുടുംബക്കാരായാലും ഇപ്പം രാവിലെ തന്നെയാണ് എല്ലാവരും വരും കേട്ടോ. ഇപ്പം കുറച്ച് നിങ്ങളുടെ പേര് ഇപ്പം തുടക്കത്തിലേ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് പറഞ്ഞ ഡേറ്റ് അല്ല ഇത്. നമ്മളോട് പറഞ്ഞതിനൊക്കെ 4 ദിവസത്തോളം നേരത്തെയാണ് പ്രസവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതും പൊലിച്ചക്കും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇവളുടെ പ്രസവിച്ച് കഴിഞ്ഞു. അപ്പം ഇത് ആരെങ്കിലും ഒന്നും അറിയണ്ടേ. ഇപ്പം അതെല്ലാവരും അറിഞ്ഞു വരുന്നു. തിരുതിരാ മെസ്സേജ് ചെയ്താൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വന്നും തുടങ്ങും. ഇല്ല, പാലുണ്ട്, കുടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി ഒന്ന് വീട്ടിൽ വന്നു കേട്ടാ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വേണം പോകാൻ. ഡ്രസ്സെല്ലാം മാറ്റി എൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് എടുക്കണം, ഒന്ന് പോകണം. അതുകൊണ്ട് ഇവിടുന്ന് അത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അമല ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഇരുട്ടി തന്നെയായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേഗം പോയിട്ടൊന്ന് വേഗം വരാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ തന്നെ വന്നതായതുകൊണ്ട് ഒരു നമ്മൾ പ്ലാൻ ചെയ്യാതെയല്ല അങ്ങനെ പെട്ടെന്ന് ഉള്ളൊരു പോക്കായത് കൊണ്ടൊന്നും റെഡിയാകാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങ് എണീച്ച് ഡ്രസ്സ് എടുത്തിട്ടൊന്ന് പോയതാണ്. ഓക്കെ, ഞാനങ്ങനെ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് രണ്ടാമതും ഇറങ്ങാൻ വേണ്ടി നോക്കണം കേട്ടോ. ഫുള്ള് തിരക്കായി പോയി. എടുപിടി പരിപാടിയാണ്. എന്തെല്ലോ മറന്നുപോയ പോലെ എന്തെല്ലോ വാരിക്കൂട്ടിയിൽ എടുത്തിട്ടുണ്ട്. മെയിൻ സംഭവം വെച്ചാൽ ഇന്നത്തെ ദിവസം തന്നെ സായിജിൽ നിന്ന് ജോലി നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം ആ ജോലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണെങ്കിൽ ഓനുമില്ലാണ്ട് മോൻ ഇപ്പം ഇനി എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഒരു ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സ്ഥലത്തും ആയിപ്പോയി ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇല്ലാത്തത് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുണ്ടെന്ന സമയത്ത് ഞാൻ ഇവിടെ വരണ്ടായിരുന്നു, അവനെല്ലാം എടുത്ത് കൊണ്ടുതരുമായിരുന്നു. പിന്നെ ആളുണ്ട്, ആപ്പനും മാമന്മാരെല്ലാം ഉണ്ട്. പക്ഷേ അവരെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പോലെ ആവില്ലല്ലോ, നമ്മൾ വന്ന് എടുക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒന്ന് പെട്ടെന്ന് അവൾ വാർഡിലേക്ക് മാറ്റി തരുമ്പോൾ തന്നെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഏതായാലും ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകെ കേട്ടാ. ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോയ സമയത്ത് നീ അമ്മേനെ കാണാൻ പോയി? കണ്ടിനി? എന്നോടൊന്നും പറഞ്ഞമ്മ ഒന്ന് പറഞ്ഞോ? കണ്ടില്ല നീ ശരിക്ക്? ഇപ്പം അമ്മ ഈലിയെ കൂടി ഇപ്പം വരും കേട്ടാ. നമുക്ക് കാണണ്ട അമ്മേനെ കണ്ട ഇപ്പം പറ. ഇപ്പം കാണണ്ട അമ്മേനാ. ഇതാ അമ്മേനെ കൂട്ടാനായി ഇവർ പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം അമ്മ വരും. ഓടി വന്ന് ഇപ്പോൾ കറ്റടി എത്തുമ്പോഴത്തേക്ക് അവർ ഒരു 5 മിനിറ്റ് ലേറ്റ് അന്ന കാത്തിട്ട് നിൽക്കുന്നുണ്ടായിന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം വന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഇപ്പോൾ രാത്രി അങ്ങനത്തെ ഒരു സമയത്ത് വന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ റൂം നമ്മൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും റൂമിൽ വന്ന് ആമി ഫുൾ സോളിൽ തന്നെ ആട്ടോ ഉള്ളത്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെയുള്ള റൂമിൽ തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടായി. എല്ലാം പറ്റിയല്ലേ? കൊടുത്തു. എല്ലാവരും ഓക്കെ അല്ലേ? എൻ്റെ ഒരു ചെറിയ പ്രശ്നം ദേ പോയി ഇതാ വന്നു. ഹലോ, ഇല്ല കുഴപ്പമില്ല. നീ ചെരുപ്പോ നിന്റെ കുപ്പായോ ട്രൗസറോ എന്ത് വേണ്ടി കഴിച്ചു വെച്ചോട്ടാ. നീ ചെരുപ്പ് വെച്ച് വെച്ചോ. അപ്പോൾ ഇതാട്ടാ നമ്മൾ ബുക്ക് ചെയ്ത റൂം. രേശു ഇതിൻ്റെ ഉള്ളിലാട്ടാ ഉള്ളത്. ഈ റൂമിൻ്റെ ഉള്ളിൽ പവളുണ്ട്. അവിടെ എന്തോ സിസ്റ്റർ എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ
ഇതാണ് കേട്ടോ നമ്മളെ രേശു. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ റൂമിലുണ്ട് തന്നെ. ഇവിടെ കേട്ടോ രേശുള്ള നല്ല അടിപൊളി സൗകര്യം കേട്ടോ ഇവിടെ. നല്ല അടിപൊളി റൂം അല്ലേ? അടിപൊളിയല്ലേ? നമുക്കിനി വാവേനയും കൂടി കൊണ്ടുവരാണ്ട് വാവേനെ പറഞ്ഞ പോലെ ഇവിടെ അല്ല നിൻ്റെ അടുത്തല്ലേ കിടത്തേണ്ട വാവേന? ഞാൻ വെച്ച് വാവക്ക് കിടക്കാൻ വേണ്ടി ജീവിക്കട്ടില്ല. അൽവിനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് സംഗീതായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് കോമഡിയും പറഞ്ഞാൽ ചിരിപ്പിക്കും, ചളി ഇളക്കി ചിരിപ്പിക്കും. എനിക്ക് വല്ലാണ്ട് വയറുവേദന, അപ്പൊ സ്റ്റിച്ചിന്റെ വേദന ഉണ്ടാവല്ലോ, അതുകൊണ്ട് അധികം ചിരിപ്പിക്കണം, ചെറുതായി ചിരിപ്പിച്ചോ. അതിനിപ്പോ ഞാനിപ്പോ ലീവ് കഴിഞ്ഞ് പോക്കേ രക്ഷയുള്ളൂ. ചെയ്യാനാ ഭയങ്കര തമാശ നടക്കുന്നില്ല. 5 നേട്ടം നടക്കുന്നില്ല അല്ലേ കുട്ടി? എല്ലാം നടന്നോട്ടെ, ആരോഗ്യത്തിന് നല്ലതാണ്. നടന്നു നീ ആ ബക്കറ്റ് നിന്റെ വീഡിയോ അടക്കം ഞാൻ എടുത്തിന് പോരെ. ലിഫ്റ്റിലാ ഞാൻ. വാ വാ ഇങ്ങനെ അതങ്ങനെയാണ് ഇരുന്നെ. അല്ല സംഗീതത്തിന് എന്താ പറയാനില്ല ഇപ്പൊ അതല്ലേ. ഞാൻ ഇന്ന് 5 തൊട്ട് ഞാൻ തന്നെ ഇതിനകത്ത് എന്റെ മുഖം എന്റെ തല. നിങ്ങള് പറ അത് പ്രസവത്തിൽ അടുത്ത എക്സ്പീരിയൻസ് പറ. പെട്ടെന്ന് 8 മണിക്ക് വന്നു, പിന്നെ പറഞ്ഞ് ഇപ്പൊ തന്നെ ചെയ്യാന്ന്. പിന്നെ സംഗീത അതെല്ലാം ഞാൻ പറഞ്ഞു. അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്നും അറിയാത്ത ആ കഥ ഡോക്ടർ കഴിക്കുമ്പോ എനിക്ക് കരച്ചി അത് പറഞ്ഞിട്ടല്ലോ. ഡോക്ടറെ ചോദിച്ച് ഇപ്പൊ തന്നെ നമുക്ക് ചെയ്തുകൂടെ? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനെന്താ പറയണ്ടേ, ചെയ്യാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ഒറ്റ കരച്ചതാണ്. നീ ആദ്യമായിട്ട് പ്രസവിക്കും? ഞാൻ ആദ്യം ഫുൾ ടെൻഷനെല്ലാം കയറി, പിന്നെ ഫുൾ കരച്ചിലല്ല കുറേ സ്ഥലത്തേക്ക്. ലാസ്റ്റ് ഡോക്ടറിനെ ചോദിച്ചു എന്നാ കൊണ്ട് ടെൻഷൻ അതൊക്കെ പേടിയുണ്ടോല്ലോ. പേടിച്ചിട്ടില്ലെങ്കിൽ കേട്ടാ ഇത് പെട്ടെന്ന് എന്നിട്ട് ക്യാമറ എടുത്തോണ്ട് പിന്നെ എന്തെല്ലാം അങ്ങനെ നമ്മള് ഡോക്ടറെ അടുത്തും എത്തി. പിന്നെ അവരെന്തെല്ലാം ഞാനൊന്നും അറിഞ്ഞിട്ടാണ് പോന്നു. കയ്യെല്ലാം കിട്ടിയിട്ട് ഞാനല്ല എനിക്ക് വലിയ സ്ലോ മോഷനിലെല്ലാം നടന്നു തരുന്നുണ്ട്. കാണുന്നുണ്ട് എടുത്ത് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര ആറ്റിറ്റ്യൂഡിലിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്ന് കേട്ടോ. ഇത് നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ. ആഹാ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മളെ കാത്തു നിന്ന് ആശാൻ ഇപ്പം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. താഴേന്ന് നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നു കേട്ടാ. നമ്മളിപ്പോൾ 5ാമത്തെ നിലയിലാണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി ഉണ്ടല്ലോ ഇടുന്ന്. എൻ്റെ അടിപൊളി ഉണ്ടല്ലോ ഇടുന്ന് കാണാൻ. പൊളിയാ എടാ പൊളിയാ മോനെ. ഇത് നിങ്ങൾ വിചാരിക്കും അറിയാണ്ട് എടുക്കുന്ന ഞാൻ വരുന്നതെല്ലാം ആദ്യമേ പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഞാൻ ഡോറ് തുറക്കട്ടെ എന്നെല്ലാം ചോദിച്ചിട്ട് കയറി വരുന്ന കേട്ടാ. നീ ഇത് എന്നാന്ന് നിന്നെ ചെരുപ്പല്ല അയച്ചു വെച്ചിന കേട്ടാ. ഏത് ഇത് ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് എടുത്തു തരാൻ ആരും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ നീ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ലൈറ്റ് ആമി നിനക്കൊരാളും കൂടി ആയിന്ന് പറ പണി കൊടുക്കേ. 2 ആളല്ല 3 ആളെ ഓളുവായില്ലട ഇതിൻ്റെ എല്ലാം അല്ലേ. എല്ലാം കൂടി 3 ആളായി അല്ലടാമി. ഇനി പടി വാങ്ങാൻ എത്ര ആളായി അടി കൊടുക്കുക അല്ലടാ. ആമി പറഞ്ഞു കൊടുക്കേ അവൻ്റെ ബാക്കി കാര്യങ്ങളും നീ പറഞ്ഞു കൊടുക്ക്.
അപ്പോൾ ഇപ്പോൾ നേരെ വന്ന് എന്തെങ്കിലും 2 വാക്ക്. നീ ക്ഷീണിച്ചല്ലോ. വീട്ടിൽ നിന്ന് ഇപ്പം പോയിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. ജോലിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് അതിന് അപ്പാടങ്ങ് പറ്റിപ്പിടിച്ചിരിക്കൊന്നും വേണ്ട. 4 ദിവസമേ ആയിട്ടുള്ളൂ. 40 ദിവസം എന്നല്ല, 4 ദിവസമാണ്. അപ്പോൾ 4 ദിവസമായി ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട്. എന്നാലും എനിക്കൊരു മഞ്ചലം മേടിച്ചു കൊടുക്കായിരുന്നു കുട്ടിക്ക് അല്ലേ? നമ്മളെ ഇപ്പം പ്രസവിച്ച പാട്ടുള്ള കുട്ടിക്ക് ഒരു മഞ്ചി കാര്യങ്ങൾ ഇവന്റെ നിലവാരം വെച്ചിട്ട് ഞാൻ അതാ പ്രതീക്ഷിക്കുന്നു കൊണ്ടുവരുന്നു. ഓക്കെ, എന്തെന്നായാലും ഓക്കെ, നീ പറഞ്ഞു. വേറെ എന്നാലും ഒരു കണ്ടതിൽ എനിക്കൊരു കൺഗ്രാജുലേഷൻസ് ഇല്ല. ഞാൻ വിളിച്ചു പറഞ്ഞത് രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞത്. മോനെ എന്തെങ്കിലും കൊണ്ടാ ബലൂണങ്ങാൻ കാണിച്ചു തരാനായിരിക്കും. ഇനിയെല്ലാം കാണിച്ചു കൊടുക്കും വേഗം പോയിട്ട്. അടിപൊളിയാ. കൂടി അതിന് വരാനുണ്ടായിട്ടില്ല ഇവനും. അപ്പോൾ ഇവനും കൂടി ഇങ്ങ് വന്നു. ഇനി ഇന്ന് വേറൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും കൂടി പറഞ്ഞു കൊടുത്തല്ലേ? ഇങ്ങനെ നിർത്താം. ലഡു കൊടുത്തിരുന്നോ? ലഡുവിനകത്ത് ഞാൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ലഡു അങ്ങ് തിന്നു. കുടിച്ചോളൂ. സാധാരണ നാളെയാണ് ലൈറ്റായിട്ട് ഫുഡ് കഴിപ്പിക്കുക. ഇന്ന് കുടിച്ചു ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാൻ, കട്ടൻ കാപ്പിയോ അങ്ങനെ കുടിക്കാം. ആദ്യം കുറേശ്ശെ കുടിക്കുക. ചിലർക്ക് ഗ്യാസ് കയറും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ ഫാസ്റ്റായിട്ട് വരും. കുടിച്ച് നോക്കും. കുറേശ്ശെ കുടിക്കുക. പിന്നെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ എട്ടിരുന്നോ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ നാളെ രാവിലെ പിന്നെ ഇടയ്ക്ക് കാല് മടക്കുക നിർത്തുകയും ചെയ്യും. ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് മടക്കുക നിർത്തുകയും ചെയ്യും. ശരി, നമ്പർ കൊടുത്തിട്ടില്ലേ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതിയെ. പോയതാട്ടോ അന്നമ്മ ഡോക്ടർ എന്നെ നോക്കുന്നത്. അപ്പോൾ അന്നമ്മ ഡോക്ടർ എന്താ പറയുക, നല്ല സ്വഭാവമല്ലാന്ന്, നല്ലോണം സംസാരിക്കുകയും നല്ല ഇതായിട്ട് സംസാരിക്കുന്നത്. ഫസ്റ്റ് മുതലേ എടുത്തന്നെ കാണിച്ചത്. പിന്നെ ഇവനെ ടെസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ എടുത്തന്നെ കാണിച്ചത്. എന്നെ മാറ്റി കാണിക്കാനും പോയില്ല. നമുക്ക് ആദ്യമേ അറിയുന്ന ഡോക്ടർ ഇവിടെ ഇരട്ടി തന്നെയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇരട്ടി കുറേ വർഷമായി. ഈ ഹോസ്പിറ്റലിന് മുന്നേ വേറൊരു ഇപ്പോൾ തൊട്ടടുത്ത് ഒരു പഴയ ഹോസ്പിറ്റലുണ്ട്. അന്നേരം ആ ഡോക്ടർ അവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സയെല്ലാം നല്ല രീതിയിൽ നടന്ന് അതിൻ്റെ സന്തോഷം. എനിക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാന്ന്. പിന്നെ എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ്. എല്ലാം നല്ല രീതിയിൽ നടന്ന്. പാവക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും. എന്നാ ടാറ്റ പറഞ്ഞ മതി. ഞാൻ അതുപോലെ കിട്ടോ ഇതിനകത്ത്. ലാസ്റ്റ് വന്ന് പോയ ഡോക്ടറാണ് അന്നമ്മ ഡോക്ടർ. ഡോക്ടറിന് ഇവിടെ കയ്യിലും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. ഇപ്പോഴേ എന്നെ പിടിക്കാണ്ടായി തോന്നുന്നു. പച്ചയിലാക്കുന്നത് മുന്നാടിക്കട കുറെ രാവിലെ തുടങ്ങിയതല്ലേ, വെയിൽ കേൾക്കുന്നുണ്ടാവില്ലേ? കൊടുക്കാൻ വേണ്ടി 3 ആശാനം എനിക്ക് കുറച്ച് വെള്ളം പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ കിട്ടുന്നത് നല്ല ലെങ്ത് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ബോറടിച്ചും വരുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ രക്ഷയില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റ കഷ്ടപ്പെട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ആകുന്ന പോലെ എന്താ പറയുക, നിങ്ങൾ കണ്ടതല്ലേ ഇപ്പം രാവിലെ ഒടുക്കുകയും ഉണ്ടായില്ല. ഇവൻ ഏകദേശം ഉച്ച കഴിയുമ്പോഴേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ലേറ്റായി. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്ന് ഒരുപാട് പേര് കുറേ കമൻറ്റ് മെസ്സേജ് എല്ലാം ഞാൻ പോസ്റ്റ് ഇട്ടു. അതിന് ശേഷമാണ് വീഡിയോ വരുവാൻ നമുക്കറിയാം കുറേ ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആശംസ അറിയിച്ചിരിക്കും, ഇതുവരെ അറിയിച്ചിരിക്കും, അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി, താങ്ക്സ്. ഇനി എന്തായാലും ഇവിടുന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി നമ്മൾ ചെയ്യുന്നുണ്ടാവും. കാരണം എന്തായാലും ഡിസ്ചാർജ് 4 ദിവസം കുറഞ്ഞത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, ഒന്നും പറഞ്ഞില്ല. അപ്പം അതുവരെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വീഡിയോസ് ഉണ്ടാവുക. മെയിനായിട്ട് പറയുന്നത് പുരുഷജനങ്ങളെ നിങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുക്കൂ. ഇനി പ്രസവ വീഡിയോ തന്നെയായിരിക്കും 2 ദിവസം ഉണ്ടാവുക. സ്ത്രീജനങ്ങളെ നിങ്ങൾ മുന്നോട്ട് വരൂ. തമാശ പറഞ്ഞേട്ടാ. കാരണം എല്ലാവരും നമ്മളെ വീഡിയോസ് ഇവളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞത്. അപ്പോൾ എന്നാലും ഞാൻ കമന്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം
ഞാൻ ഉച്ചക്ക് കയറി വരുമ്പോ ഈ മുറി കണ്ടുപിടിക്കാൻ വലിയ പണിയുണ്ടായിരുന്നു. ദൂരെ ഇരിക്കുന്ന ഇറങ്ങി നോക്കുമ്പോ തന്നെ ഡോറിന്റെ പുറത്ത് ഫുള്ള് ബലൂണ് ഒട്ടിച്ച് ഫുള്ള് ഡെക്കറേറ്റ് ഫുള്ള് ബലൂണ് സംഭവങ്ങളല്ലോ. പക്ഷെ ഇവനല്ല ആക്കി ഹോസ്പിറ്റലിൽ ഇവരുടെ റൂമിലൊക്കെ ആക്കി കൊടുത്തത്. ഇങ്ങനെയുള്ള ആടാ ഇതിന്റെ തരത്തിൽ ഞാൻ രാവിലെ 3:30 വന്ന് ഞാൻ ബലൂണും കൂടി കൂടാൻ പോവാ. എല്ലാം ആലോചിച്ച് നോക്കണം. ഇവനൊക്കെ അറിയണമില്ല. പിന്നെ എന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ മാറ്റി തന്നിട്ടുണ്ട്. എല്ലാം സെറ്റപ്പ് എല്ലാ തരത്തിലും നല്ല എന്താ പറയുക ഫുൾ സെറ്റപ്പ് ഹോസ്പിറ്റലിന്റെ സൈഡിലായിക്കോട്ടെ. ബാക്കി എല്ലാ തരത്തിലും പറഞ്ഞാലും നല്ല അടിപൊളിയാണ്. നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ബാക്കി സത്യം മെയിൻ സമാജമാണ് അടുത്ത് തന്നെ ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ. അത് തന്നെ ഒരു വലിയൊരു കാര്യം നമ്മളാണ്. കാരണം വെച്ചാൽ ഇവരിപ്പോൾ പെട്ടെന്ന് റെഡിയായി വരാനും പോകാനും എല്ലാം ഓക്കെയാണ്. തോർത്ത് മാത്രമേ അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല വലിയ ലെങ്ത്തുള്ള വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നിർത്തലാണ്. എല്ലാവരോടും ഇനി അടുത്ത വീഡിയോ വീട്ടിലൂടെ തന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവരോടും ബൈ ബൈ. ഞാനും ബൈ ബൈ. കുട്ടിയാണ് പറയാൻ പറ്റും. ഓഫാക്കിയാണ് ഇല്ല, സ്റ്റാർട്ടിങ്ങില് ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ സസ്പെൻസ് വെച്ചാണ്. പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കുട്ടിയാകും കേട്ടാ. അത് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് പറയുന്നുണ്ടോ എഴുതി പറഞ്ഞിട്ടാണ് മറന്നുപോയി. കുട്ടിയാകും കേട്ടാ. ജൂനിയർ ജൂനിയർ സംഗീതം എന്തോ എനിക്ക് പറയാം. ഇനി അടുത്ത പെരുമാറാൻ നടത്തി. ഓക്കെ എല്ലാവരും ടാറ്റാ. എൻ്റെ ടാറ്റ.